ഗോവയിൽ സമാപിച്ച ആറാമത് ദേശീയ മാസ്റ്റേഴ്സ് ഗെയിംസിൽ 3 മെഡലുകൾ സ്വന്തമാക്കി തിരുവനന്തപുരം സ്വദേശികൾ. ചാക്ക സ്വദേശികളായ ഉദയകുമാർ, ശൈലജ ദമ്പതിമാരാണ് ബാഡ്മിന്റണിൽ സിംഗിൾസ്, മിക്സഡ് ഡബിൾസ് ഇനങ്ങളിൽ മെഡലുകൾ കരസ്ഥമാക്കിയത്. തിരുവനന്തപുരത്തെ സ്റ്റോൺസ് ആൻഡ് ഫെദേഴ്സിലാണ് ഇവർ സ്ഥിരമായി പരിശീലനം നടത്തുന്നത്. എയർപോർട്ടിലെ ഫയർ സർവീസ് വിഭാഗത്തിലെ സീനിയർ സൂപ്രണ്ടാണ് ഉദയകുമാർ. തായ്വാനിൽ നടക്കുന്ന ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് മത്സരത്തിൽ പങ്കെടുക്കാനുള്ള അവസരവും ഇവരെ തേടിയെത്തി. സി പോസിറ്റീവിൽ അതിഥികളായി ഇവർ രണ്ടുപേരുമാണ് നമുക്കൊപ്പം ചേരുന്നത്. ഇവരുടെ വിശേഷങ്ങളിലേക്ക് പോകാം. രണ്ടുപേർക്കും നമസ്കാരം. സിയിലേക്ക് സ്വാഗതം. നമസ്കാരം. സർ, പ്രത്യേകമായിട്ടും എടുത്തു പറയേണ്ടത്, ഇപ്പോൾ നിങ്ങൾ പങ്കെടുത്ത ഈ ടൂർണമെൻറ്റിലാണ്, ഗോവയിലെ മാസ്റ്റേഴ്സ് ടൂർണമെൻറ്റിനകത്ത് വരുമ്പോഴേക്കും നിങ്ങൾ വാരിക്കൂട്ടിയ മെഡലുകളാണ്. എങ്ങനെയുണ്ടായിരുന്നു അവിടുത്തെ ടൂർണമെൻറ്റ്? ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ അവിടെ പങ്കെടുത്തു? എത്രമാത്രം കടുകട്ടിയായിരുന്നു മത്സരങ്ങൾ? മത്സരം ചുരുക്കി പറഞ്ഞാൽ ഇച്ചിരി പ്രയാസമായിരുന്നു. 10-12ഓളം സ്റ്റേറ്റുകളുണ്ടായിരുന്നു. അപ്പം ഈ സ്റ്റേറ്റുകളിൽ നിന്നെല്ലാം വന്നവർ ഞങ്ങളുടെ ആദ്യത്തെ ടൂർണമെൻറ്റാണ്. അപ്പം നമുക്ക് ആരുമായിട്ട് ഇൻട്രാക്ഷനൊന്നുമില്ല. അപ്പം അവിടെ വെച്ച് കണ്ട് ഉള്ള പരിചയം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ വയ്യ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേഡിയവും അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും അതൊക്കെ ഒന്ന് ചെറിയ രീതിയിൽ ഭയപ്പെടുത്തി. എന്നാലും ബാക്കിയുള്ള കേരളത്തിൻ്റെ പ്ലെയേഴ്സിൻ്റെ സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെയധികം അനുഗ്രഹിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് എല്ലാ മത്സരങ്ങളും ജയിച്ചിട്ട് ഞങ്ങൾ സെമിയിൽ വന്നപ്പോഴത്തേക്ക് കേരളമായിട്ടാണ് മത്സരിക്കേണ്ടി വന്നത്. അത് കേരളത്തിൻ്റെ പ്ലെയേഴ്സ്, ഒട്ടുമുക്കാൽ പ്ലെയേഴ്സിനും ഞങ്ങളുടെ വീക്ക്നെസ്സുകൾ അറിയാമെന്നുള്ളവരായിരുന്നു, പ്രത്യേകിച്ച് എൻ്റെ. അപ്പം ഞാൻ ഇവരുടെ കൂടെ എല്ലാം കളിച്ച് പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് അവർക്കറിയാം. അപ്പോൾ അങ്ങനെ ഒരു മത്സര പരിചയം, ചെറിയ വീഴ്ച വന്നു. അതുകൊണ്ട് നമുക്ക് സെമി വരെ എത്താൻ പറ്റുള്ളൂ, അതിന് അപ്പുറം പോകാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾക്ക് മിക്സഡ് ഡബിൾസിനും ബ്രോൺസ് മെഡൽ കിട്ടി. പിന്നെ പുള്ളിക്കാരി ഡബിൾസിന് മത്സരിച്ചായിരുന്നു. ഡബിൾസിന് റണ്ണറപ്പായി ഫൈനലിൽ വന്നു. ഫൈനലിൽ ഈ പറഞ്ഞ കണക്ക് തന്നെ കുറച്ച് അപാകതകളുണ്ടായി. പിന്നെ അതുകൂടാതെ ഞാൻ കേരളത്തിൻ്റെ ഫുട്ബോൾ ടീമിലുണ്ടായിരുന്നു. ആ ഫുട്ബോൾ ടീമിൽ ഞങ്ങൾ റണ്ണേഴ്സപ്പായി. അതിൽ നിന്ന് എനിക്കൊരു വെള്ളി മെഡൽ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ അവിടുത്തെ അനുഭവം. എപ്പോൾ മുതലാണ് നിങ്ങൾ ഈ ബാഡ്മിൻ്റൺ പരിശീലനം ആരംഭിച്ചത്? രണ്ടുപേരുമായിട്ടാണ്. എപ്പോൾ മുതലാണ്, ഏത് പ്രായം മുതലാണ് ഈ ബാഡ്മിൻ്റൺ പരിശീലനം ആരംഭിക്കുന്നതും തുടർന്ന് ഇതൊരു പല മത്സരങ്ങളിലും ടൂർണമെൻറ്റുകളിലേക്കും പങ്കെടുക്കാം, ഇപ്പോൾ ആദ്യത്തെ ടൂർണമെൻ്റ് ആണെന്ന് പറഞ്ഞു, അതിലേക്ക് വന്ന ഒരു ധൈര്യവും അതിലേക്കുള്ള യാത്രയും എങ്ങനെയായിരുന്നു? ഞങ്ങൾ ഇപ്പം സ്ഥിരമായിട്ട് പ്രാക്ടീസ് തുടങ്ങിയിട്ട് ഒരു 5 വർഷമേ ആയിട്ടുള്ളൂ. മുന്നേ ചെറുതായിട്ടൊക്കെ കളിക്കുമായിരുന്നു, പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ 5 വർഷമേ ആയിട്ടുള്ളൂ. ഞാൻ ചെറിയ നാൾ മുതലേ ഫുട്ബോളായിരുന്നു എൻ്റെ തുടക്കം. പിന്നെ അവിടെ നിന്ന് ക്രിക്കറ്റായി, ഫുട്ബോളായി. അങ്ങനെ എനിക്ക് 2002 ചെന്നൈയിൽ എയർപോർട്ട് അതോറിറ്റി ജോലി കിട്ടി. അപ്പം ഞങ്ങൾ കുടുംബസമേതം അവിടെ ക്വാർട്ടേഴ്സിലായിരുന്നു ഞങ്ങളുടെ താമസം. അവിടെ പിന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിനടുത്ത് തന്നെ ഒരു ഔട്ട്ഡോർ ഉണ്ടായിരുന്നു. ഔട്ട്ഡോറിൽ എല്ലാവരും ഫാമിലിയായിട്ട് കളിക്കുമായിരുന്നു. അവിടെ നിന്ന് 2004 ഞങ്ങൾ ട്രിവാൻഡ്രത്ത് എയർപോർട്ടിലിറക്കി ഞങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടി. ഇവിടെ വരികയും പിന്നെ പരിശീലനങ്ങൾ കൃത്യമായിട്ട് നടക്കാറില്ല. കാര്യം പിന്നെ വീട് പണി, പിള്ളേരുടെ പഠിത്തം, ഇതെല്ലാം ആയിട്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇതെല്ലാം അങ്ങനെ അവസാനിച്ചു. അത് കഴിഞ്ഞിപ്പം മക്കളുടെ വിവാഹമെല്ലാം കഴിഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ വീണ്ടും പരിശീലനം തുടങ്ങിയത്. ഇപ്പം പ്രൊഫഷണലായിട്ട് ഞാൻ തുടങ്ങിയിട്ട് 4 വർഷം 5 വർഷത്തിനകത്തേ ആയുള്ളൂ. എൻ്റെ പ്രൊഫഷണൽ തുടക്കം ഞങ്ങൾക്ക് പാറ്റൂരുള്ള ബാറ്റിൽഡോറിലെ ശോഭൽ കോച്ച് ഞങ്ങൾക്ക് ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞങ്ങൾ 2 പേരും കൂടി ഇപ്പം ഞങ്ങൾക്ക് സ്റ്റോൺസ് ആൻഡ് ഫെദേഴ്സ് കിംസ് ഹോസ്പിറ്റലിനടുത്തുള്ള കോച്ച് ഷമീമിൻ്റെ നേതൃത്വത്തിലാണ് ഞങ്ങൾക്ക് പരിശീലനം ലഭിക്കുന്നത്. അവിടെ ഞങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്യുന്നുണ്ട്. ഏത് സമയത്ത് പോയാലും എപ്പോൾ പോയാലും വേണ്ട പരിശീലനത്തിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തന്ന് ഞങ്ങളോടൊപ്പം
ഇപ്പോഴും ഉണ്ട്. ഗോവയിൽ പോകുന്നതിന് മുന്നേയും ഷമീം കോച്ചാണ് ഞങ്ങൾക്ക് നല്ലപോലെ കോച്ചിങ് തന്നതും പോകാനൊരു പ്രോത്സാഹനം തന്നതൊക്കെ ഷമീം കോച്ചാണ്. ഈ ടൂർണമെന്റിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ എത്രമാത്രം ഇപ്പോൾ പറഞ്ഞു ഷമീം കോച്ചിന്റെ കാര്യം തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. ഈ ടൂർണമെന്റിലേക്ക് പോകാമെന്ന് തീരുമാനിക്കുകയും അങ്ങോട്ടേക്ക് പോകുന്ന ആ ഒരു യാത്രയെക്കുറിച്ചൊന്ന് പറയാമോ? അത് ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് സെലക്ഷൻ കിട്ടി. ഞങ്ങൾക്ക് എല്ലാ ജില്ലകളിലെയും മത്സരം എറണാകുളത്ത് രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലായിരുന്നു. അവിടെ എല്ലാ ജില്ലകളിൽ നിന്നുള്ളവരാണ് വരുന്നത്. അപ്പം ഞങ്ങൾക്ക് അവിടം വരെ എത്താം, അവിടം വരെ പോയി നോക്കാം. എന്തായാലും ബാഡ്മിൻ്റൺ എന്ന ഒരു പാഷൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട്. അപ്പം അതിലേക്ക് അവിടം വരെ എത്താം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് പോയത്. അവിടെ വെച്ച് ഞങ്ങൾക്ക് മെഡലുകൾ കിട്ടിയപ്പോൾ കുറച്ച് താല്പര്യം കൂടി. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് 2 ആഴ്ച സമയം കിട്ടി. ആ സമയത്തെ പരിശീലനം കോച്ച് ഷമീമിൻ്റെ നേതൃത്വത്തിലായിരുന്നു. അത് ഒരു പ്രചോദനം തന്നെയായിരുന്നു. ഈ ടൂർണമെന്റിലേക്ക് പോകാമെന്ന് തീരുമാനിക്കുന്ന ഒരു ഘട്ടമുണ്ടല്ലോ. ആദ്യത്തെ ടൂർണമെന്റ് ആണെന്ന് പറയുന്നത്. അവിടെ ചെന്നപ്പോൾ വലിയ ആളുകളെ പരിചയമൊന്നുമില്ല എന്നും പറയുന്നുണ്ട്. അവിടെ എത്തിയപ്പോൾ ഉണ്ടാവുന്ന ഒരു അനുഭവം എങ്ങനെയുണ്ടായിരുന്നു? അവിടെ എത്തിയപ്പോൾ നല്ല ടെൻഷനുണ്ട്. എന്നാലും കേരളത്തെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് വന്നതാണ്. തീരെ മോശമാക്കാൻ പാടില്ല എന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു. കഴിയുന്നതും ഫുൾ എഫർട്ട് എടുത്ത് കളിക്കണം, അതായിരുന്നു ലക്ഷ്യം. നമ്മുടെ മക്കളുടെ സപ്പോർട്ടും ഉണ്ടായിരുന്നു. എല്ലാവരും ഞങ്ങൾക്ക് നല്ല പ്രോത്സാഹനമാണ് തന്നത്. ഞങ്ങൾ ഫാമിലിയായിട്ട് കളിക്കുമായിരുന്നു. മോനും മകളും ഞങ്ങളെല്ലാവരും കളിക്കുമായിരുന്നു. അപ്പോൾ മകനും കളിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളിപ്പം ഇങ്ങനെ പോയെന്നുള്ള ഒരിതുണ്ട്. അവിടെ ചെന്നപ്പോഴത്തേക്ക് കേരളത്തിൻ്റെ എല്ലാ പ്ലെയേഴ്സിൻ്റെ സപ്പോർട്ടുണ്ട്. നിങ്ങൾ നല്ലപോലെ കളിക്ക് സപ്പോർട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ ബാറ്റുമായിട്ട് കോർട്ടിൽ ഇറങ്ങുമ്പോൾ തന്നെ പേരെടുത്ത് വിളിച്ച് നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കും. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് മെഡൽ കിട്ടി. അതിൽ എല്ലാവരുടെയും ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും ഈ പ്രൊഫഷണൽ ആയിട്ടുള്ള ബാഡ്മിൻ്റൺ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5 വർഷം 4 വർഷം എന്ന രീതിയിൽ സംസാരിച്ചു. എങ്ങനെയായിരുന്നു നിങ്ങൾ പരസ്പരം ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്? അല്ലെങ്കിൽ ഒരു ബാഡ്മിൻ്റണിലേക്ക് ഇറങ്ങി തിരിക്കാം എന്നുള്ള ആരുടെ തീരുമാനമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്? ഞങ്ങൾക്ക് രണ്ടുപേർക്കും താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് എനിക്ക് നല്ല സപ്പോർട്ടാണ്. രാവിലെ ഞങ്ങൾ ഒന്നിച്ച് കളിക്കാൻ പോവും, പ്രാക്ടീസിന് പോകും. പുള്ളിക്കാരനാണ് എന്നെ ഇതിലോട്ട് കൊണ്ടുവന്നത്. അതിനൊരു കാരണമുണ്ടായിരുന്നു. ഞങ്ങൾ ഒരു 8 വർഷത്തിന് മുമ്പേ മ്യൂസിയത്ത് രണ്ടുപേരും നടക്കാൻ പോകും. അപ്പം പുള്ളിക്കാരിക്ക് ചെറിയ ചെറിയ പ്രോബ്ലങ്ങളെല്ലാം ഉണ്ടായിരുന്നു, അസുഖങ്ങൾ തുടങ്ങി. അപ്പം വ്യായാമം മസ്റ്റായിട്ട് ചെയ്യണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചായിരുന്നു. അപ്പം പുള്ളിക്കാരിക്ക് വ്യായാമം നടത്തിയിട്ട് 8-8:30 ആകുമ്പോഴത്തേക്ക് എനിക്ക് പിന്നെ കോർട്ടിൽ പോകണം. ആ കോർട്ടിൽ പോയി കളിച്ചിട്ട് പിന്നെ എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ ഇതൊക്കെ ഒരു വലിയ തടസ്സമായിരുന്നു. അങ്ങനെ പിന്നെ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ടാറിട്ട റോട്ടിൽ നടക്കുന്നതും അത്ര അനുവദനീയമല്ല, ഒരു നല്ലതല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്തായാലും ബാഡ്മിൻ്റൺ കോർട്ടിൽ ഞാൻ പോകുന്നുണ്ട്, ആ കൂട്ടത്തിൽ വരിക, അവിടെ വന്ന് നമുക്ക് ഫിസിക്കൽ എക്സസൈസൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാണ് വന്നത്. അവിടെ വന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരിക്ക് നേരത്തെ ബാഡ്മിൻ്റനോടൊരു പാഷൻ ഉള്ളത് കൊണ്ട് എന്നാൽ ഞാനും കളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ലേഡീസ് വളരെ കുറവായിരുന്നു അന്ന് ഞങ്ങൾ പോകുമ്പോൾ. അപ്പം ജെൻസിൻ്റെ കൂടെ ആയിരുന്നു ഞങ്ങൾ തുടങ്ങിയത്. പിന്നെ ഇദ്ദേഹം വരണത് കണ്ടപ്പം ഒത്തിരി ലേഡീസിൻ്റെ സപ്പോർട്ടുണ്ട്. ഇപ്പം അത്യാവശ്യം തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ വീട്ടമ്മമാരും അതുപോലെ ടെക്നോ പാർക്കിലും അവിടെ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒത്തിരി ഏജ് നോക്കാതെ തന്നെ പലരും അവിടെ ഇപ്പം ലേഡീസ് കളിക്കാൻ വരുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കും ഒരു താല്പര്യമുണ്ട്. ഏത് സമയമായാലും അവരുടെ ടൈമിംഗ് അനുസരിച്ച് നമ്മളെയും മത്സരത്തിന് വിളിക്കാറുണ്ട്. ഇതാണ് എൻ്റെ സത്യാവസ്ഥ. ഈ സ്റ്റോൺസ് ആൻഡ് ഫെദേഴ്സിൽ തന്നെയായിരുന്നു ആദ്യം മുതലേ ഈ പരിശീലനത്തിലേക്ക് നിങ്ങൾ കടക്കാമെന്ന് തീരുമാനിക്കുകയും പിന്നെ അവിടെയുള്ള നിങ്ങളുടെ ഒരു റൊട്ടീൻ എങ്ങനെയാണ്? എത്ര മണിക്കൂറായിരിക്കും പരിശീലനം ഉണ്ടാവുക? ഏതൊക്കെ സമയത്തിലായിരിക്കും ഉണ്ടാവുക? സ്റ്റോൺസ് ആൻഡ് ഫെദേഴ്സ് 5 മണി മുതൽ രാവിലെ പ്രാക്ടീസ് തുടങ്ങും. പക്ഷേ ഞങ്ങൾ എത്തുന്നത് 7:30 ആയിരിക്കും. പിന്നെ 7:30 കഴിഞ്ഞാൽ 8:30 9 ആകുമ്പോഴത്തേക്ക് ഒരുവിധം മെൻസിൻ്റെ ആൾക്കാരെല്ലാം പോകും. പിന്നെ അത് കഴിഞ്ഞാൽ 9
9:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് ലേഡീസ് സെഷൻ ഉണ്ട്. അവർ വരും. അവരും കൂടെ വരുമ്പോൾ അവരുടെയും കൂടെ പ്രാക്ടീസ് കഴിഞ്ഞ് ഞങ്ങളെ മിക്കവാറും 10:30-11 മണിയാകുമ്പോൾ ഇവിടെത്തും. ആഴ്ചയിൽ 2-3 ദിവസം മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇപ്പം ബാക്കി ഈ സമയങ്ങളിൽ ഡ്യൂട്ടിക്കൊക്കെ കയറണം, അതും ഒരു തടസ്സമാണ്. എന്നാലും ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനം. അതാണ് ഈ ജോലിയും ഈ ഒരു പ്രാക്ടീസും നിങ്ങളുടെ പാഷനും കൂടെ എങ്ങനെയാണ് ഇത് ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നത്? പാഷൻ അത് ഒന്ന്, പിന്നെ ജോലി ജീവിക്കാൻ വേറെ മാർഗ്ഗമില്ല, ജോലിയാണ് മെയിൻ. അപ്പോൾ അതിന് കൃത്യമായിട്ട് എത്തണം. ഉച്ചയ്ക്ക് 1 മണിക്കാണ് ഞങ്ങളുടെ ഷിഫ്റ്റ് തുടങ്ങുന്നത്. അതുപോലെ രാവിലത്തെ ഷിഫ്റ്റും ഉണ്ട്. അപ്പം ഇതെല്ലാം അവിടെ നിന്ന് നല്ല പ്രോത്സാഹനമുണ്ട്. ഞങ്ങളുടെ ഫ്രണ്ട്സുകളെല്ലാം അതിനുള്ള സപ്പോർട്ടുണ്ട്. ഓഫീസേഴ്സിൻ്റെ സൈഡിൽ നിന്നും സപ്പോർട്ടുണ്ട്. പിന്നെ സമയം ഇതെല്ലാം കണ്ടെത്തണം. പിന്നെ ഓഫീസിലും അതുപോലെ എനിക്ക് കളക്ടറിൻ്റെ 5 അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ശാലയിൽ തീപിടുത്തം നടന്നപ്പോഴത്തേക്ക് അതിൻ്റെ മുൻനിരയിലുണ്ടായിരുന്നു. അതുപോലെ പേട്ടയിൽ ഇലക്ട്രിക്കൽ, സൂം ഇലക്ട്രിക്കൽ, അതുപോലെ നമ്മുടെ PRS ഹോസ്പിറ്റലിൻ്റെ അവിടെ വേസ്റ്റിൻ്റെ ഗോഡൗൺ അത് കത്തിയപ്പോൾ, അതുപോലെ ചാലയ്ക്കകത്ത് തന്നെ ആര്യശാലയിൽ, അങ്ങനെ 5-6ഓളം നല്ല ഫയറിൽ അറ്റൻഡ് ചെയ്ത് അതിന് നമ്മുടെ കളക്ടർ ബിജു പ്രഭാകറിൻ്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. വീട്ടിലുള്ള സപ്പോർട്ട് എങ്ങനെയാണ്, പ്രത്യേകിച്ച് മക്കളുടെ സപ്പോർട്ട് എങ്ങനെയാണ്? ഈ മെഡൽ നേടിയതിന് ശേഷമുള്ള അവരുടെ അഭിപ്രായം എങ്ങനെയായിരുന്നു? വീട്ടുകാരുടെയും എന്തായിരുന്നു? അവരെന്താ പറഞ്ഞത്? അവർ നല്ല സപ്പോർട്ടാണ്. മക്കൾ 2 പേരുണ്ട്, മകനും വൈഫും ഉണ്ട്, പിന്നെ മകളെ ഹസ്ബൻഡുണ്ട്. അവരെല്ലാവരും ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടാണ്. എല്ലാവിധ സപ്പോർട്ടുകളും അവർ തരുന്നുണ്ട്. മെഡൽ കിട്ടിയതിന് ശേഷവും അതിന് മുന്നേയും എല്ലാ സപ്പോർട്ടും നമുക്ക് തരുന്നുണ്ട്. അവരുടെ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ്, ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഇതിലോട്ട് ഇറങ്ങാൻ പറ്റിയത്. അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. ഈ പ്രാക്ടീസ് തുടങ്ങാമെന്നുള്ളത് 4-5 കൊല്ലം മുമ്പ് ഇതൊരു പ്രൊഫഷനാക്കാം, അല്ലെങ്കിൽ ഒരു പ്രാക്ടീസ് സ്ഥിരമായി പോകാമെന്ന് പറഞ്ഞപ്പോഴെന്തായിരുന്നു മക്കളുടെ അഭിപ്രായം? എന്തായിരുന്നു സമയത്ത്? നല്ല കാര്യം, ആരോഗ്യം നന്നായിരിക്കും, എല്ലാം നല്ലതാ എന്ന് പറഞ്ഞ് എൻ്റെ മക്കളും എല്ലാവരും പ്രോത്സാഹിപ്പിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇതിലോട്ട് ഇറങ്ങിയത്. മെയിനായിട്ട് ഞങ്ങളിത് പാഷനായിട്ട് കൊണ്ടുപോയതും പുള്ളിക്കാരുടെ ഈ അസുഖ കാര്യങ്ങളെല്ലാം ഇപ്പം വളരെ നോർമലായിട്ടുണ്ട്. അപ്പം പല ഡോക്ടേഴ്സും പറഞ്ഞു മത്സരം ഇതുപോലെ കളിക്കരുത് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞെങ്കിലും അസുഖങ്ങളുടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ആ സമയം പോലും ഞങ്ങൾക്ക് വളരെ കുറച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഉള്ള സമയം വളരെ ലാഭം. അല്ലെങ്കിൽ മണിക്കൂറുകളുള്ള ഹോസ്പിറ്റലോ ഡോക്ടേഴ്സിനെ കാണുക, അതിൻ്റെ മരുന്ന്, മെഡിസിൻ ഇതൊക്കെയായിരുന്നു ഹോസ്പിറ്റലിൽ. ഇപ്പോൾ അതൊന്നും ഞങ്ങൾക്ക് പോകേണ്ടി വരുന്നില്ല. അതൊരു വലിയ അനുഗ്രഹമായിട്ട്, അതുകൊണ്ടാണ് ഇതുമായിട്ട് മുമ്പോട്ട് പോകുന്നത്. ഈ പ്രാക്ടീസ് നിങ്ങൾ എങ്ങനെയാണ്, ഈ ആഴ്ചകൾ തോറും എത്ര ദിവസങ്ങളാണ് ഇതിനുമായി ബന്ധപ്പെട്ട് പോകാറുള്ളത്? ഈ കുടുംബ സമയം അതിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? അതും എങ്ങനെയാണ് പറയുന്നത്? അത് ആഴ്ചയിൽ 3-4 ദിവസമേ എനിക്ക് കൃത്യമായിട്ട് പോകാൻ പറ്റുള്ളൂ. എന്നാലും പോകുന്ന സമയങ്ങളെല്ലാം കുറഞ്ഞത് 2-3 മണിക്കൂർ അവിടെ ചിലവഴിച്ചിട്ടേ വരത്തുള്ളൂ. എൻ്റെ ഡ്യൂട്ടിയുടെ സമയം അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് കൂടുതലും ഞങ്ങൾ പോകുന്നത്. ചിലപ്പോൾ രാവിലെ പോകാൻ പറ്റാത്ത സമയങ്ങളിൽ ഞങ്ങൾ വൈകുന്നേരം പോകും. വൈകുന്നേരം ഒരു 6:30-ക്ക് പോയിട്ട് ഒരു 8 മണി വരെ പ്രാക്ടീസ് ചെയ്തിട്ട് വരും. മാക്സിമം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന സമയമെല്ലാം ഞങ്ങൾ ഇതിനു വേണ്ടി ചിലവഴിക്കുകയാണ് ചെയ്യുന്നത്. ഈ തുടർന്നുള്ള പ്രധാനപ്പെട്ട കോമ്പറ്റീഷൻസ് ഏതെങ്കിലും നിങ്ങൾ നോക്കി വെച്ചിട്ടുണ്ടോ? അതിനുള്ള പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ടോ? അതെങ്ങനെയാണ് കാര്യം? ഇപ്പം അടുത്ത ആഴ്ച മുതൽ തുടങ്ങണമെന്നാണ് ഇരിക്കുന്നത്. അപ്പം ഇനിയുള്ളത് 2-3 മത്സരങ്ങൾ വരുന്നുണ്ട്. അപ്പം നമുക്ക് തായ്വാനിലത്തേക്കുള്ള എൻട്രി ഉടനെ ഉണ്ടാവുമെന്ന് പറയുന്നു. അതിന് വേണ്ട തയ്യാറെടുപ്പിലാണ്. എന്തായാലും ഞങ്ങൾക്ക് 2-3 ടൂർണമെൻറ്റെങ്കിലും ഇനി പങ്കെടുക്കണം എന്നാണ് ആഗ്രഹം. കാര്യം അതിൻ്റെ എക്സ്പീരിയൻസും കൂടി നമുക്ക് ഇനി വേണ്ടതുണ്ട്. അതുകൊണ്ട് മിക്കവാറും നെക്സ്റ്റ് വീക്ക് തന്നെ ഉടനെ പരിശീലനം തുടങ്ങണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ ടൂർണമെൻറ്റിൽ നിന്നും നേടിയ ഒരു പാഠം ഉണ്ടെങ്കിൽ അതെന്താണ്? കാരണം പറഞ്ഞിരുന്നു അവിടെ പോയപ്പോൾ ഉണ്ടായിരുന്ന അനുഭവങ്ങളെക്കുറിച്ചൊക്കെ. അപ്പോൾ അടുത്തതിലേക്ക് പോകുമ്പോഴേക്കും എന്താണ് മനസ്സിൽ കരുതി കൂട്ടിയിരിക്കുന്ന ഒരു പ്രധാന കാര്യം? ഈ ടൂർണമെൻറ്റിൽ പങ്കെടുത്തപ്പോൾ ഒത്തിരി പേരെ നമുക്ക് പരിചയപ്പെടാൻ പറ്റി. ഇതുപോലെ ഞങ്ങളുടെ സ്റ്റേജിലുള്ള ഒത്തിരി പേര് അവിടെ വരുന്നുണ്ട്. ഏജ് ഒരു വിഷയമല്ല, നമുക്ക് കളിയാണ്, നമ്മുടെ ആരോഗ്യമാണ് മെയിൻ എന്നുള്ള രീതിയിൽ പങ്കെടുക്കുന്ന ഒത്തിരി പേരെ കണ്ടെത്താനും കഴിഞ്ഞു.
അവർ നല്ല പ്രോത്സാഹനമാണ്. എല്ലാവരുടെയും അവർ നമ്മളോട് നമ്പരെല്ലാം മേടിച്ചു, എല്ലാവിധ സഹായങ്ങളും ഉണ്ടാകുമെന്ന് അഭ്യർത്ഥിച്ചു. പല സ്റ്റേറ്റിലുള്ളവരുടെയും കോണ്ടാക്റ്റ് കിട്ടി. അത് നമുക്കൊരു അനുഗ്രഹമാണെന്ന് തോന്നുന്നു. എന്തായാലും നിങ്ങളെ തുടർന്നുള്ള മത്സരങ്ങൾ ഗംഭീരമാവട്ടെ. തായ്വാനിലേക്കുള്ള ഒരു എൻട്രിയും ഉടൻ തന്നെ ഉണ്ടാവട്ടെ. വരും ദിവസങ്ങളിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ പരിശീലനം ഉണ്ടാവട്ടെ. എന്തായാലും മെഡൽ നേടി കൊണ്ടുവന്നതിൽ ഒരുപാട് സന്തോഷം. ഇത്രയും നേരം സീ മലയാളം ന്യൂസിനോട് സമയം ചെലവഴിച്ച് നിങ്ങളോട് ഒത്തിരി നന്ദി പറയുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.